من الغلط وعطف قلوب العالمين بأسرها علي وألبسني قبولا بشلمخت صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മജ്ലിസ് ദുആഇന് ഇജാബത്തുള്ള ഇരുലോകത്തും ഉപകരിക്കുന്ന നല്ല സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഈ പ്രദേശത്തു നിന്നൊക്കെ വിട പറഞ്ഞുപോയ ഒരുപാട് മഹത്തുക്കൾ മുഅ്മിനീങ്ങൾ എല്ലാവരുടെ ഹദറാത്തിലേക്കും മജ്ലിസിന്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മജ്ലിസിലും നമ്മുടെ ബന്ധത്തിലും പല ഭാഗങ്ങളിലും എല്ലാവർക്കും വന്ദരായ സയ്യിദ് അവറുകളുടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, സാദാത്തുക്കൾ, ആലിമീങ്ങൾ, നല്ല ഈമാനുള്ള സഹോദരിമാർ, ചെറിയ മക്കൾ എല്ലാവരുടെയും ബറക്കത്തുകൊണ്ട് അല്ലാഹു പ്രത്യേകം സലാമത്ത് കൊടുക്കുമാറാവട്ടെ. മുസ്ലിമായ മനുഷ്യൻ ഒരു ദിവസം 17 തവണ അല്ലാഹുവിനോട് നിർബന്ധമായും നടത്തേണ്ട ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് 17 തവണ നമ്മളത് പറയൽ അനിവാര്യമാണ്. എന്താണ് 17 തവണ ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ പറയുന്നത്? അല്ലാഹുവേ, ഞങ്ങളെ നീ സത്യമാർഗത്തിൽ, നേർമാർഗത്തിൽ അടിയുറപ്പിച്ചു നിർത്തണം എന്ന വലിയ ഒരു ആശയമാണ് അല്ലാഹുവിനോട് ഒരു ദിവസം 17 തവണ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ നേർമാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആർക്കും ഞാൻ നേർവഴിയിലാണെന്ന് പറയാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഏതാണ് നേരായ മാർഗം? അത് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ അടുത്ത ഭാഗത്ത് തന്നെ പറയുന്നു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ആ നല്ല മാർഗം ഏതാണെന്നറിയോ? അൻഅംത അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വലിയ നിഅമത്ത് കൊടുത്ത ആളുകൾ. ഏതാണ് ഏറ്റവും വലിയ നിഅമത്തെന്നറിയോ? ഭൗതികമായ ലോകത്ത് കുറെ സമ്പത്തുണ്ടാകലല്ല വലിയ നിഅമത്തെന്ന് പറയുന്നത്. ഭൗതികമായ ലോകത്ത് കുറെ സുഖങ്ങൾ ഉണ്ടാവലല്ല. ഏറ്റവും വലിയ നിഅമത്ത് അൽ ഈമാൻ. ഈമാനാകുന്ന നിഅമത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരാണ് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം ലഭിച്ചത്. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. ആരാണ് അനുഗ്രഹം ചെയ്തവര്? അന്നബിയ്യീൻ. ഒന്ന് അമ്പിയാക്കളാണ്. രണ്ടാമത്തത് വശ്ശുഹദാ വസ്സുദ്ദീഖീൻ. അതുപോലെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ വലിയ ഈമാനിന്റെ പവറുള്ള സ്വഹാബികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. വശ്ശുഹദാ, അല്ലാഹുവിന്റെ വഴിയിൽ ജീവിതം സമർപ്പിച്ച രക്തസാക്ഷികളാണ്. വസ്സാലിഹീൻ, അതുപോലെ മഹാന്മാരായ നല്ല മുത്തഖീങ്ങളായി ജീവിച്ചുപോയ ഔലിയാക്കളും സ്വാലിഹീങ്ങളുമാണ്.
വഹസുന ഉലൈക റഫീഖാ. ഈ ആളുകളുമായിട്ടൊരാള് കൂട്ടുകൂടിയാൽ അവനെ പോലെ നല്ല കൂട്ടുകാരനെ കിട്ടിയവൻ വേറെയില്ല. അതേ, അമ്പിയാക്കളോരൊരാൾക്ക് കൂട്ടുകൂടാൻ കഴിഞ്ഞാൽ, മഹാന്മാരായ സ്വഹാബത്തിനോടൊരാള് കൂട്ടുകൂടാൻ കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മഹാന്മാരായ ബദർ ശുഹദാക്കളോട് കൂട്ടുകൂടാൻ കഴിഞ്ഞാൽ, ഔലിയാക്കളോട് സഹവസിക്കാൻ കഴിഞ്ഞാൽ, അവരെ പോലെ ഭാഗ്യം ലഭിച്ചവർ വേറെയില്ല. അതുകൊണ്ടല്ലേ നോക്കൂ നിങ്ങൾ, ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്ഥാനത്ത് നമ്മൾ കാണുന്ന മഹാനാണ് ഖുത്ബുൽ അഖ്താബ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വലിയ സ്ഥാനമുള്ള മഹാനാണ്. നിലവേറും ഈശ തോളുതോരുവാലെ 40 സുബ്ഹ് തൊഴുതോവർ. ഗൗസുൽ ആലം രാത്രിയിൽ ഇശാ നിസ്കരിച്ച വുളൂഉമായി സുബ്ഹ് വരെ അല്ലാഹുവിന്റെ മുന്നിൽ വലിയ സുജൂദ് ചെയ്തു. വലിയ മഹത്വമുള്ള ആളാണ്. ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളെ അത്തീരയുള്ളോവർ. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അറിയാത്ത ലോകമില്ല. മുഹയ്യദ്ദീൻ ശൈഖിന്റെ മഹത്വം എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കുകയാണ്. ഖാദിരി ത്വരീഖത്ത് ലോകം മുഴുവനും നിറഞ്ഞു കിടക്കുന്ന ത്വരീഖത്താണ്. ഇത്രയും വലിയ മഹത്വമുള്ള മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം എവിടെയാണെന്നറിയോ? സ്വഹാബികളിൽ നിന്ന് ഏറ്റവും താഴെയുള്ള സ്വഹാബിയാണ് സയ്യിദുനാ വഹ്ശി റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും താഴെയുള്ള സ്വഹാബിയാണ് വഹ്ശി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് ഹംസ തങ്ങളുടെ കൊടല് വലിച്ചു കൊണ്ടുപോയി ഹിന്ദെന്ന പെണ്ണിന് കൊടുത്തിട്ടത് കടിച്ചു തുപ്പിയെടുക്കാൻ വേണ്ടി അവസരം കൊടുത്ത മനുഷ്യനാണ് വഹ്ശി. പക്ഷേ ആ വഹ്ശി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. ആ വഹ്ശി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്തിന് ശേഷമേ മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് സ്ഥാനമുള്ളൂ. എന്താ കാരണം? മഹാനായ വഹ്ശി തങ്ങളെ പവർ എന്താണെന്നറിയോ? സുഹ്ബത്തു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാവലാണ്. ആ റസൂലുള്ളാന്റെ സ്വഹാബിക്ക് വലിയ സ്ഥാനമുണ്ട്. അമ്പിയാക്കൾക്ക് വലിയ സ്ഥാനമുണ്ട്. അമ്പിയാക്കളെ കണ്ടവര് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരൽപസമയം ഈമാനോടെ സഹവസിച്ചു കഴിഞ്ഞാൽ അവന്റെ പേരാണ് സ്വഹാബി എന്ന് പറയുന്നത്. ആ സ്വഹാബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ഇഷ്ടപ്പെട്ടുപോയി. അവര് അല്ലാഹുവിനെയും ഇഷ്ടപ്പെട്ടുപോയി. യാതൊരു പ്രശ്നവുമില്ലാതെ സ്വഹാബത്തിന് വലിയ സ്ഥാനം. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹവസിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, ആ സ്വഹാബത്തിൽ നിന്ന് തന്നെ ശുഹദാക്കളായ സ്വഹാബത്തിന്റെ പവർ കൂടുകയാണ്.
ശുഹദാക്കൾക്ക് വലിയ സ്ഥാനമാണ്. അതിൽ ഏറ്റവും വലിയ പവറുള്ളവരാണ് ബദരീൻ. ബദരീങ്ങളായ സ്വഹാബികൾക്ക് വലിയ സ്ഥാനമുണ്ട്. അതിലും വലിയ സ്ഥാനമുള്ളവരാണ് ഖുലഫാഉർ റാഷിദീൻ. എന്തേ സ്ഥാനത്തിന്റെ മാനദണ്ഡമെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എത്ര സഹവസിച്ചു. അതല്ലേ ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചത്, നബിയേ, ഞാൻ എന്റെ വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ വീട്ടിലിരിക്കുമ്പോ പെട്ടെന്നാണ് എനിക്കൊരു ചിന്ത വന്നത്, ഞാനെങ്ങാനും മരിച്ചുപോയാലോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവിടത്തോടൊപ്പം സഹവസിക്കാൻ കഴിയൂലല്ലോ. അതല്ല, തങ്ങള് വഫാത്തായി പോയാൽ എനിക്ക് സ്വർഗത്തില് തങ്ങളോടൊപ്പം സഹവസിക്കാൻ കഴിയുമോ? അങ്ങനത്തെ ഒരു ബേജാറ് കണ്ട് അവിടത്തെ മുന്നിലോടി വന്നതാണ് യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴാണ് പറഞ്ഞത്, നിനക്കാരോടാണോ മഹബ്ബത്ത്? അൽ മർഉ മഅമൻ അഹബ്ബാ. ആരുടെ കൂടെയാണ് നീ സ്വർഗത്തിലെന്ന് ആലോചിക്കേണ്ടതില്ല. നിനക്കാരോടാണ് മഹബ്ബത്തുള്ളത്, ആ മഹബ്ബത്താണ് സ്വർഗീയ പ്രവേശനത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അർത്ഥം ഈ അമ്പിയാക്കളുമായി, അതുപോലെ തന്നെ ശുഹദാക്കളുമായി, ഔലിയാക്കളുമായി, സ്വാലിഹീങ്ങളുമായി ബന്ധം സ്ഥാപിക്കണം. ആ ബന്ധത്തിലൂടെ വേറെ ഏത് വിഭാഗം എടുത്തു പരിശോധിച്ചാലും അവർക്ക് അമ്പിയാക്കളോട് ബന്ധമുണ്ടോ, ഔലിയാക്കളോട് ബന്ധമുണ്ടോ, ശുഹദാക്കളോട് ബന്ധമുണ്ടോ? അങ്ങനെ ബന്ധമില്ലാത്ത ഏതു പ്രസ്ഥാനമാണെങ്കിലും അവർക്ക് യഥാർത്ഥ വഴിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ മഹത്തുക്കളുടെ വഴിയെന്നു പറഞ്ഞാൽ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവരെ മഹബത്ത് വെച്ചാൽ മാത്രം പോരാ. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ബുർദയുടെ ആദ്യത്തെ വരി തന്നെ കൊണ്ടുവന്നത് കണ്ടോ? ആമിൻ തദകൂരിജി റാനിം ബിദി സലമി മസജ്താദം അൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ ചരിത്രം കേൾക്കുമ്പോ, റസൂലുള്ളാന്റെ നാടിനെ കുറിച്ച് കേൾക്കുമ്പോ, റസൂലുള്ളാന്റെ കൂടിന് റസൂലുള്ളാന്റെ നാടിന്റെ പരിസരങ്ങളുടെ കഥ പറയുമ്പോ നിങ്ങളുടെ കണ്ണുനീര് രക്തത്തോട് കലരാറുണ്ടോ? അംഹബതിരിഹു മിൻ തിൽഖാഇ കാളിമതി وأومض البرق في الماء من نظمي. മദീനയിലുള്ള കാറ്റടിച്ച് വീശുമ്പോ ആ മദീനയുടെ മന്ദമാരുതന്റെ തലോടലേൽക്കുമ്പോ നിങ്ങളെ മനസ്സ് വേദനിക്കാറുണ്ടോ? അതാണ് മഹബത്ത് കൽബിന്റെ ഉള്ളിലുണ്ടാകുമ്പോ പരിശുദ്ധ ഇസ്ലാം ആ ആദരവിനെ മഹബത്തിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരാള് വലിയ ആരാധന നടത്തി അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ചു, അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലി, അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റു. പക്ഷേ
അവന്റെ കൽബിലതാ അല്ലാഹ് ആദരിച്ച വസ്തുക്കളോട് ആദരവില്ല, അല്ലാഹ് ബഹുമാനിച്ച വസ്തുക്കളോട് ബഹുമാനമില്ല. എങ്കിൽ ആ മനുഷ്യന്റെ ആരാധന മുഴുവനും അല്ലാഹു തള്ളിക്കളയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നിങ്ങളുടെ ശബ്ദം റസൂലുള്ളാന്റെ ശബ്ദത്തിനേക്കാൾ ഉയർന്നുകൂടാ. നിങ്ങളുടെ ശബ്ദം റസൂലുള്ളാന്റെ ശബ്ദത്തിനേക്കാൾ ഉയരാൻ പറ്റൂല. എന്തുകൊണ്ടാണെന്നറിയോ? അങ്ങനെ ശബ്ദമുയർന്നുപോയാൽ അൻതഹ്ബതഅമാലുക്കും, നിങ്ങൾ ചെയ്ത നിസ്കാരങ്ങളൊക്കെ ദുർബലപ്പെട്ടു പോകുന്നു. ആദരവില്ലാതിരുന്നാൽ ആരാധന പൊളിഞ്ഞു പോകുന്നു. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ രണ്ട് നായകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. രണ്ട് നായകളുടെ സംഭവം ഖുർആൻ പറയും. ഖുർആൻ ഒരുപാട് ജീവികളെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. എല്ലാ ജീവികളും മനുഷ്യന്റെ എന്തെങ്കിലും ഒരു ഗുണത്തിനു വേണ്ടി അള്ളാഹു പടച്ചത്. ഏത് ജീവിയെ പരിശോധിച്ചു നോക്കിയാലും മനുഷ്യനുമായി ആ ജീവിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബന്ധം ഉണ്ടാവും. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ഒരു ജീവിനെയും അള്ളാഹു പടച്ചിട്ടില്ല. അള്ളാഹുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം, മനുഷ്യനുമായി ബന്ധം. നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വീടിന്റെ പൂമുഖത്തിരുന്നു കൊണ്ട് ദാവൂദ് നബിയുടെ കിതാബ് സബൂർ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. ദാവൂദ് നബിയുടെ മുന്നിലൂടെ ഒരു പുഴുങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാം ചിന്തിച്ചു, അല്ലാഹ്, നീ ഒരുപാട് ജീവികളെ പടച്ചതിന്റെ രഹസ്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി. ഈ പുഴുവിനെ എന്തിനു പടച്ചു അല്ലാഹ്? ദാവൂദ് നബി ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ആ പുഴുങ്ങനെ നിവർന്നു നിന്നുകൊണ്ട് പറയുന്നു, ദാവൂദ് നബിയേ, ഞാൻ രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന തസ്ബീഹ് 70 തവണ ചൊല്ലാറുണ്ട്. ഇങ്ങനെ എത്രയോ സംഭവം നമ്മൾക്ക് കാണാൻ കഴിയും. മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു അൻഹു, ഹാറൂൻ റഷീദിന്റെ മകനായ മഅ്മൂൻ രാജാവുണ്ട്. രാജാവിന്റെ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോ രാജാവ് ഒരു ചോദ്യം ഉന്നയിച്ചോ, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ്, അല്ലാഹു എന്തിനാണ് ഈച്ചയെ പടച്ചിരിക്കുന്നത്? ഈച്ച എന്ന് പറയുന്ന ചെറിയ ജീവി ഏറി വന്നാല് 40 ദിവസത്തെ ആയുസ് മാത്രമുള്ള ജീവിയാണ് ഈച്ച. എന്തിനാണ് അള്ളാഹു ഈച്ചയെ പടച്ചത്? ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു വലിയ ആലിമാണ്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ഖുറൈശി പണ്ഡിതൻ ലോകം മുഴുവനും അറിവ് നിറക്കുമെന്ന് പറഞ്ഞ ഹദീസിന്റെ വിശദീകരണം ഹുവ ഇമാമുന ശാഫഈ. അത് ശാഫഈ ഇമാമാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകളുടെ മദ്ഹബാണ് ലോക മുസ്ലിമീങ്ങളിൽ നിന്ന് 30% ആളുകളും സ്വീകരിക്കുന്നത്. ആ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു 20ഓളം വിജ്ഞാന ശാഖകളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള മഹാനാൻ. കേവലം ഖുർആനും ഹദീസും മാത്രമല്ല, ഔലിയാക്കളെ കൂട്ടത്തില് മുഹ്യിദ്ദീൻ ശൈഖിനെ പോലെ ഖുതുബിന്റെ സ്ഥാനം അലങ്കരിച്ചിരുന്നു.
അതുകൊണ്ടല്ലേ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് മഹാനവരകളെ കുറിച്ച് സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ പറയുന്നത് അശ്ശാഫിഈ ഫാസിർ തൽഹംബലിയ ബിലാ ഹജരിൽ ലി തഹത ത്വാലിൽ ഖൈറൈനി മുഅ്തദിലാ. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനത്തെത്തിയിട്ട് പോലും ഇമാം ശാഫിഈ തങ്ങളെ പിൻപറ്റിയിരുന്നു. അങ്ങനെ മതപരമായ വിഷയത്തിൽ മാത്രമല്ല, ഇൽമുൽ ഫറാസ എന്ന് പറയുന്ന മുഖം നോക്കിയിട്ട് കാര്യം പറയാൻ കഴിയുന്ന അന്വേഷണത്തിന്റെ അറിവ്, പോലീസുകാരുടെ അന്വേഷണത്തെക്കുറിച്ചുള്ള അറിവുണ്ടല്ലോ, ആ ഇൽമുൽ ഫറാസയിൽ പോലും വലിയ പണ്ഡിതനായിരുന്നു. അങ്ങനത്തെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് മഅ്മൂൻ രാജാവ് ചോദിക്കുന്നു, എന്തിനാണ് ഈച്ചയെ പടച്ചിരിക്കുന്നത്? അപ്പോഴാണ് മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ചോദ്യം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബേജാറ് വന്നു. കാരണം ഞാൻ ഒരുപാട് അറിവ് പഠിച്ചെങ്കിലും ഈച്ചയുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യം പഠിച്ചിരുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് മഅ്മൂൻ രാജാവിന്റെ മുഖത്ത് നോക്കിയപ്പോ അതാ ഒരു ഈച്ച വന്നിട്ട് രാജാവിന്റെ മുഖത്തിരിക്കുന്നു. ഇത് കണ്ട എനിക്ക് മറുപടി ലഭിച്ചുപോയി. ഞാൻ പറഞ്ഞു, രാജാവേ, അല്ലാഹു ഈച്ചയെ പടച്ചത് എന്തിനാണെന്നറിയോ? നിങ്ങളെപ്പോലെയുള്ള വലിയ അധികാരവുമായി നടക്കുന്ന മനുഷ്യൻ അവൻ ദുർബലനാണ്, അവന്റെ അധികാരത്തിന് യാതൊരു വിലയുമില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈച്ചയെ പടച്ചത്. അതെങ്ങനെയാണ് രാജാവേ? നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ പുറത്തുള്ള വലിയ ഗേറ്റ് കടന്നിട്ട് വരേണ്ടതില്ലേ? ആ ഗേറ്റ് കടന്നാൽ തന്നെ കൊട്ടാരത്തിന്റെ മുൻവശത്ത് മാത്രമെത്താൻ കഴിയുള്ളൂ. കൊട്ടാരത്തിന്റെ അകത്ത് പ്രവേശിക്കണോ? വീണ്ടും ഒരുപാട് ഗേറ്റുകൾ കടക്കേണ്ടതില്ലേ? അങ്ങനെ കടന്നാൽ തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത് വന്നിരിക്കാൻ കഴിയൂല. നിങ്ങളുടെ തൊട്ടടുത്ത് വന്നിരുന്നാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ തൊടാൻ കഴിയൂല. ഇനി ശരീരത്തിൽ തൊട്ടാൽ തന്നെ നിങ്ങളെ മുഖം തൊടാൻ ഒരാൾക്കും അനുവാദമില്ലല്ലോ. എന്നാൽ ഈച്ച എന്ന് പറയുന്ന ജീവി ചെറിയ ജീവിയാണ്, വലിയ ആരോഗ്യമുള്ള ജീവിയല്ല. എപ്പോഴും മ്ലേച്ഛമായ വസ്തുക്കളിൽ പോയിരിക്കുന്ന ഈച്ച ഒരാളുടെയും സമ്മതം കൂടാതെ നിങ്ങളുടെ മുഖത്ത് വന്നിരുന്നല്ലോ. അപ്പോൾ മനസ്സിലായില്ല നിങ്ങളുടെ അധികാരത്തിന് യാതൊരു പവറുമില്ല. ഒരീച്ചയെപ്പോലും നിയന്ത്രിക്കാനും മനുഷ്യന് കഴിയൂല. അതുകൊണ്ടല്ലേ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രം വായിക്കുമ്പോ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച സാമ്രാജ്യത്തെ അധിപനാണ്. പക്ഷേ മരിക്കുന്ന സമയത്ത് തന്റെ പ്രജകളോട് പറഞ്ഞതെന്താണെന്നറിയോ? ജനങ്ങളെ, എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകുമ്പോ എന്റെ രണ്ട് കൈകളും പുറത്തേക്ക് ഇങ്ങനെ താഴ്ത്തിയിടണം. എന്തിനാണറിയോ? ജീവിതകാലം മുഴുവനും രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ മരിച്ചു പോകുമ്പോൾ രണ്ട് കൈകളും ശൂന്യമായിരുന്നു, ഒന്നും കൊണ്ടുപോയിട്ടില്ല. അത്രയും ദൗർബല്യമുള്ള മനുഷ്യനാണ് അവിടെ. ഇരിക്കട്ടെ, പറഞ്ഞു വരുന്നത്, ഏത് ജീവികളെ കണ്ടാലും നമ്മൾ വെറുതെ നിസ്സാരമാക്കി കളയരുത്. പരിശുദ്ധ ഖുർആൻ അതാ രണ്ട് നായകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു നായ സൂറത്തുൽ കഹ്ഫിലുള്ള നായയാണ്. എല്ലാ വ്യാഴാഴ്ച അസർ മുതൽ വെള്ളിയാഴ്ച അസർ വരെ അതിന്റെ ഇടയിൽ 3 തവണ
പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും ഓതിയാൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗ്യാരണ്ടി നൽകിയതാ. ഞാൻ ഇവിടെ വന്ന മുഴുവൻ മുഅ്മിനീങ്ങളോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താണ്, അവസാന കാലമാണ് ഈ ദജ്ജാലുകൾ വർദ്ധിച്ച കാല. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ആ ഒറ്റ കണ്ണുള്ള അങ്ങനെ നോക്കണ വലിയ സാധനം എന്നർത്ഥമൊന്നും ദജ്ജാലിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയഅതി ഫീ ആഖിരിസ് സമാൻ ദജ്ജാലൂന കദ്ദാബൂൻ. അവസാന കാലം വരുമ്പോ ദജ്ജാലുകൾ മനുഷ്യനെ കബളിപ്പിക്കുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ദജ്ജാലെന്ന് കാവല് നേടാൻ പറ്റിയ ഏറ്റവും നല്ല സാധനം സൂറത്തുൽ കഹ്ഫ്. ദജ്ജാലിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ ദജ്ജാല് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഒരുപാട് കൊണ്ട്, പക്ഷേ ഒരുപാട് കുടുംബങ്ങളെ തകർക്കുന്നിടത്ത് മൊബൈൽ ഫോണിന് വലിയ പങ്കുണ്ട്. പച്ചക്കളവുകൾ അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഗീബത്ത് പ്രചരിപ്പിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് മൊബൈൽ ഫോൺ. ഒരാളെ കുറിച്ചൊരു ഗീബത്ത് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മളങ്ങ് ഫോർവേഡ് ചെയ്താൽ ഒരു ചെറിയ ഗീബത്താണ് ഒരാളെ കുറിച്ചുള്ള ഗീബത്ത്. ഒരു ഗ്രൂപ്പിലതാ ഒരു 200 ആളുകൾ മാക്സിമം വരുന്ന ഗ്രൂപ്പാണ്. 200 ആളുകളോട് ഗീബത്ത് പറഞ്ഞ കുറ്റം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഒരു 10 ഗ്രൂപ്പിലേക്ക് ഒരു സാധനം നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോ ഞാൻ പറയുന്നു, ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ വെറുതെ പോസ്റ്റ് ചെയ്യരുത്. വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഉപയോഗം ആഖിറത്തിലേക്കുള്ള വരുമാനമായി ചിന്തിക്കുന്നതിന് പകരോ അതിലൂടെ അറിയാതെ ഹറാം കലർന്നു വരുന്നു. അതുകൊണ്ട് ദജ്ജാലിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ മനുഷ്യനെ കബളിപ്പിക്കുന്ന ഒരുപാട് കമ്പനികളും ഒരുപാട് ഫാക്ടറികളും ഇന്ന് ലോക വിപണിയിൽ സജീവമാണ്. എടുത്തു കണ്ടില്ലേ നിങ്ങൾ, പന്നിയിറച്ചിയുടെ വലിയ ബോട്ടിൽ അതിന്റെ വലിയ പാക്കറ്റിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ലഹ്മു ഖിൻസീർ ഹലാൽ, ഹലാലായ പന്നിയിറച്ചി. സുബ്ഹാന ജല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം എന്താണെന്നറിയോ, മുസ്ലിമീങ്ങളെ പറ്റിക്ക് ഇത്ര നല്ല വേർഡ് ലോകത്ത് വേറെ ആരും കണ്ടെത്തി. ഹലാൽ എന്നുള്ള വേർഡ് എല്ലാ മുസ്ലിമീങ്ങളും വഞ്ചിക്കാൻ പറ്റിയ വേടാ. ഞാനൊരു ഹോട്ടലിൽ കയറിയ സമയത്ത് അവിടെ ഉണ്ട് 100% ചിക്കൻ ഹലാൽ എഴുതിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, 50% ഹലാലിന്റെ ചിക്കൻ ഒന്ന് എടുത്തു തരുമോ ചോദിച്ചു. ഞാൻ ഈ 100% ചിക്കൻ ഹലാൽ എന്ന് കാണുമ്പോൾ മുസ്ലിങ്ങൾ കരുതുന്നത് ഇതിങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഖിബിലയിലേക്ക് മുന്നിട്ടിട്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ട് മൊയ്ലിയാരർത്ഥം കൊയ്യാന്ന് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ 100% ചിക്കൻ ഹലാൽ എഴുതിച്ചാൽ വേഗം നമ്മൾ തിന്നോളും. അപ്പൊ അതുകൊണ്ടാണ് ചില സ്ഥലത്തൊക്കെ പേര് തന്നെ ഹലാൽ ചിക്കൻ ഹോട്ടൽ അല്ലെങ്കിൽ ഹലാൽ ബീഫ് എന്ന് എഴുതി വെച്ചിട്ട് കള്ളിന്റെ പുറത്ത് ഇപ്പോ ബ്രാൻഡിയുടെ പാക്കിന്റെ പുറത്ത് ഹലാലായ ബിയർ എന്ന് എഴുതി വെച്ചിട്ട് ഇന്ന് വിപണിയിൽ സജീവമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്ന വ്യത്യസ്തമായ മേഖലകൾ ലോകത്ത് വരുമ്പോ അവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബുദ്ധി നമ്മുടെ മനസ്സിൽ ഉദിക്കണമെങ്കിൽ സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം ഏറ്റവും ചുരുങ്ങിയത് അവസാനത്തെ 10 ആയത്തെങ്കിലും ഓതാൻ നമ്മൾ ശ്രമിച്ചാൽ ദജ്ജാലിന്റെ ഫിത്ന വരൂല. ആ ദജ്ജാലിന്റെ ഫിത്നയിലെങ്ങാനും പെട്ടുപോയാൽ നമ്മുടെ ഈമാൻ നശിച്ചു പോകുന്നു. ഇന്ന് എത്രയോ സ്ഥലങ്ങളിൽ വ്യാജ ത്വരീഖത്തുകൾ, വ്യാജ സിദ്ധന്മാര് വന്നിട്ട് നമ്മുടെ തങ്ങന്മാര് പറയുന്നത് പോലെ തന്നെ പറഞ്ഞിട്ട് സ്ത്രീകളെ വഞ്ചിക്കുന്നു. അവസാനം പണവും സ്വർണവുമായിട്ട് മുങ്ങുമ്പോഴാണ് മേലോട്ട് നോക്കിയിട്ട് വലിയ ബേജാറ് സംഭവിക്കുന്നു. നമ്മുടെ സയ്യിദ് അവറുകള് ഒരാളൊരു രോഗിയുമായി മുന്നോട്ട് വരുമ്പോ അത് വേണ്ടാന്ന് പറയുമ്പോ സുഖപ്പെടുന്നത് പോലെ
അതേ, ചില വ്യാജന്മാര് യാതൊരു ഈമാനുമില്ലാതെ അങ്ങനെ പറയുമ്പോഴും ചിലപ്പങ്ങനെ സംഭവിക്കും. അതെന്തിനാണെന്നറിയോ? അത് പിശാചിന്റെ സഹായം കൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാനാണ്. ഇത് ദജ്ജാലിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഞാൻ അവിടെയും ഒരു വാക്ക് പറയുന്നു, ഉമ്മമാരെ, നമ്മൾ ആരെ സമീപിക്കുമ്പോഴും അവർക്ക് തഖ്വയുണ്ടോ? അവര് നിസ്കാരം നിലനിർത്തുന്നവരാണോ? അവര് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ടോ? അവരല്ലാഹുവിന്റെ ദീനിന്റെ പ്രചാരകരാണോ എന്ന് ആലോചിക്കണേ. സൂറത്തുൽ കഹ്ഫിൽ ഒരു നായനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് നായ? അല്ലാഹുവിന്റെ മഹത്തുക്കളായ 7 നല്ല യുവാക്കള്. ആ യുവാക്കള് അല്ലാഹുവിന്റെ വഴിയിൽ ജീവിച്ചപ്പോ രാജാവ് അവർക്കെതിരെ നിലപാടെടുത്തു. നിലപാടെടുത്തപ്പോ അവര് ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. വലിയ ഗുഹയുടെ ഉള്ളിൽ കടന്നപ്പോ ആ ഗുഹയുടെ ഉള്ളിലേക്ക് കടന്ന അവർക്ക് പ്രൊട്ടക്ഷനായി, അവർക്ക് കാവലായി വന്നത് വകൽബുഹും ബാസിതു ദിറായിഹി ബിൽ വസീദ്. അവരെ കൂടെ കാവലായിട്ട് മഹത്തുക്കളോടൊപ്പം സഞ്ചരിച്ച നായ. ആ നായ അവർക്ക് കൂടെ നടന്നുപോയി. അവര് വർഷങ്ങളോളം ഗുഹയുടെ ഉള്ളിലങ്ങ് ഉറങ്ങിപ്പോയി. വലിയ ചരിത്രമാണ്, ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. അവര് ഗുഹയുടെ ഉള്ളിൽ അങ്ങ് പെട്ടപ്പോ അവർ അല്ലാഹുവിനോട് ദുആർന്നൊരു ദുആ പരിശുദ്ധ ഖുർആന് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ. വലിയ അർത്ഥമുള്ള ദുആണ്. നമ്മളെപ്പോഴും ദുആ ചെയ്യുമ്പോ, ഞാൻ ഇങ്ങോ തങ്ങളുപ്പാപ്പന്റെ കൂടെ അങ്ങോട്ട് വരുമ്പോ തങ്ങൾ പറഞ്ഞു, ഞാൻ ഏത് കാര്യം പറയുമ്പോഴും അള്ളാഹുവിനോട് പടച്ചോനെ ഹൈറുണ്ടെങ്കിൽ തരണേ അല്ലാഹ് എന്നാ ദുആർക്കേണ്ടത്. അല്ലാതെ പടച്ചോൻ അത് എനിക്ക് തന്നെ തരണം അല്ലാ എന്ന് നമ്മൾ ദുആർക്കിയത്. പണ്ടൊരു ചങ്ങാതി മീൻ പിടിക്കാൻ പോയ കഥ ഉണ്ട്. മീൻ പിടിക്കാൻ പോയിട്ട് കുറേ സമയം മീനൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഓനിങ്ങനെ ദുആർന്നു, പടച്ചോനെ ഒരു മീന് കിട്ടാണ്, അത് എനിക്ക് ഞാൻ തരാന്ന് പറഞ്ഞിട്ട്. അത് ഇങ്ങോട്ട് ദുആ കഴിഞ്ഞപ്പോഴാ വലിയൊരു മീനോട് കൊത്തി. അത് വലിച്ചു നോക്കുമ്പോ ഓനക്ക് തന്നെ ആവശ്യം. അപ്പൊ ഓൻ പറഞ്ഞു, പടച്ചോൻ അത് വലിയ മീൻ, അതിപ്പോ എനിക്ക് മതിയാ, എനിക്ക് തയ്യാറുണ്ടാവില്ല, അതുകൊണ്ട് ഇതിനേക്കാൾ വലുത് എനിക്ക് ഇത് ഞാൻ തന്നെ എടുക്കാൻ തന്നെ. ഇത് പറഞ്ഞോടുകൂടി ആ മീൻ പുഴക്കന്നെ ചാടിപ്പോയി. അപ്പൊ ഓൻ പറഞ്ഞു, എന്റെ പടച്ചോനെ ഞാൻ തമാശ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ. ഇത് മനുഷ്യന്റെ സ്വഭാവം. നമ്മൾ വിചാരിച്ചത് തന്നെ ഇങ്ങോട്ട് കിട്ടിപ്പോനോ എന്നല്ല ചിന്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവരകള് ഗുരുവായൂരിൽ ഒരു ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് പോയപ്പോ, ഹോസ്പിറ്റൽ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നപ്പോ മുതലാളി വന്നിട്ട് പറഞ്ഞു, പിന്നെ CM വലിയുള്ളാഹിനോട് എന്ത് നല്ലോണം രോഗികൾ വരാൻ വേണ്ടി ദ്വാരക്കാൻ. നല്ല ദ്വാരങ്ങൾ ആലോചിച്ച് നോക്കണം. രോഗികൾ നല്ലോണം വരാന്ന് CM വലിയ പുറത്തൊന്ന് കൊടുത്തിട്ട് പറയടാ, രോഗികൾ വരാനല്ല ദ്വാരക്കേണ്ടത്, വരുന്ന രോഗികൾക്ക് ശിഫ ലഭിക്കാൻ വേണ്ടി ദ്വാരക്കണം. എന്റെ നാട്ടിൽ നിന്ന് ഒരു ചങ്ങായി ഗൾഫ് പോകുമ്പോ ഉസ്താദിനോട് ഉസ്താദ് എനിക്ക് നല്ല ജോലി കിട്ടാൻ വേണ്ടി ദ്വാരക്കണം തന്നെ. ഉസ്താദ് ദ്വാരന്ന് ഓൻ ഗൾഫിലെത്തി വിളിച്ചിട്ട്, ഉസ്താദെ നല്ല ജോലിയാ, 14 മണിക്കൂർ പണിന്റെ, പക്ഷെ ശമ്പളമില്ല, അത് ഞാൻ ദ്വാരക്കാൻ മറന്നുപോയി പറഞ്ഞു. അപ്പോ ജോലി നല്ല ജോലിയാ, പണിയില്ലാതെ ശമ്പളം കിട്ടാൻ ഒക്കൂലല്ലോ. അപ്പൊ നമ്മൾ ദ്വാരക്കുമ്പോ പടച്ചോൻ ഇത് കിട്ടാന്നല്ല നമ്മൾ ദ്വാരക്കേണ്ടത്, അല്ലാഹുവേ എനിക്ക് ഖൈറാണെങ്കിൽ രോഗം മാറല്, ഖൈറാണെങ്കിൽ രോഗം മാറ്റിത്തരണമല്ലോ. എന്റെ മകളെ വിവാഹം ഈ സമയത്ത് നടക്കല് ഖൈറാണെങ്കിൽ നീ ഖൈറായത് നൽകി നിർവഹിച്ചു തരണമല്ലോ. അതാണ് മഹാന്മാരായ ഔലിയാക്കൾ ചോദിച്ചത്. അല്ലാഹുവേ, ഞങ്ങൾ ഗുഹന്റെ ഉള്ളിലാണ്, ഞങ്ങളെ വേഗം ഗുഹന്ന് പുറത്താക്കണേ എന്നല്ല ദുആർന്നത്. അങ്ങനെ അവർ ദുആർന്നീനെ പിന്നെ അവർക്ക് ലോകത്ത് നിൽക്കാൻ കഴിയൂല, രാജാവ് തലവെട്ടിക്കളയും. അവര് ദുആ ചെയ്തത്, അല്ലാഹ് നീ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ അല്ലാഹ്. എന്താ പടച്ചോന് റഹ്മത്ത് കൊടുത്തത് എന്നറിയോ? അവർക്ക് അല്ലാഹു ഒരു ചെറിയ ഉറക്കമങ്ങ് കൊടുത്തു. അവരങ്ങ് ഉറങ്ങി. കുറെ സമയം ഉറങ്ങിയിട്ട് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഒരാള് പറഞ്ഞു, ഞമ്മള് വല്ലാതെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ മറ്റേയാള് പറഞ്ഞില്ലേ, നമ്മൾ അരമണിക്കൂറല്ലേ ഉറങ്ങിയിട്ടുള്ളൂ. അടുത്ത ആള് പറഞ്ഞ അരമണിക്കൂറല്ല 1 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. വേറൊരാള് പറഞ്ഞല്ല 1 ദിവസം ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയ തർക്കമായ അവർക്കിടയിൽ
ആ തർക്കം പരിഹരിക്കാൻ അള്ളാഹു അവർക്ക് തന്നെ ഒരു തെളിവ് കൊടുക്കാണ്. അവർക്ക് വല്ലാതെ വിശപ്പ് വന്നപ്പോ അവര് പറഞ്ഞു, നമുക്ക് ഏതായാലും വിശക്കുന്നുണ്ടല്ലോ, ഭക്ഷണം വാങ്ങാൻ, എന്നിട്ട് നമ്മൾ ഉറക്കിന്റെ മണിക്കൂറൊക്കെ പിന്നെ തീരുമാനിക്കാം, ഭക്ഷണം വാങ്ങാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അവരെ കയ്യിലുള്ള നാണയം എടുത്തിട്ട് മാർക്കറ്റിൽ ഭക്ഷണം വാങ്ങാൻ പോയി. ഭക്ഷണം വാങ്ങിയിട്ട് പോക്കറ്റിലുള്ള നാണയം എടുത്തിട്ട് കടക്കാരന് കൊടുത്തപ്പോൾ കടക്കാരൻ പറഞ്ഞു, നിങ്ങൾ എവിടുന്ന് വരികയാണ്? ഇന്ന് ഓട്ടൊക്കെ നിരോധിച്ചിട്ട് കാലെത്രായി, നിങ്ങൾ എവിടുന്നാ വരുന്നത്? നോക്കുമ്പോ പഴയ 500 നോട്ടുമായിട്ടാ വന്നത്. അങ്ങനെ ആളുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോ 315 കൊല്ലം അപ്പുറത്തുള്ള നാണയമാണ് അവരെ കയ്യിലുള്ളത്. അപ്പവർക്ക് മനസ്സിലായി, ഉറങ്ങിയ കൊല്ലത്തിന്റെ കാലയളവ് 315 കൊല്ലം ഉറങ്ങിപ്പോയി. ആ ഉറക്കിലൂടെ അള്ളാഹു റഹ്മത്ത് കൊടുത്തു. എന്താ റഹ്മത്ത് എന്നറിയോ? 310 കൊല്ലം അവര് ഉറങ്ങിയിട്ട് ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും പോറലേറ്റിട്ടില്ല. അതല്ലേ പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനം ചരിത്രം പഠിച്ചുകൊണ്ട് ഒരുപാട് പാശ്ചാത്യ പണ്ഡിതന്മാര് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. 300 കൊല്ലം ഗുഹയുടെ ഉള്ളിൽ മണ്ണിലാ കിടക്കുന്നത്. എന്നിട്ട് ശരീരത്തിന് ഒരു പോറലും വന്നിട്ടില്ല. അതേ സമാനമായ സംഭവം ഖുർആൻ പറയുന്നുണ്ട്. ഫിർഔൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ധിക്കാരിയുണ്ട്. ഫിർഔൻ വലിയ ധിക്കാരി, പക്ഷേ അബൂജഹൽ അത്ര വരൂല. ഫിർഔനും അബൂജഹലും തമ്മിൽ താരതമ്യം നടത്തിയാൽ വലിയ ധിക്കാരി അബൂജഹല. കാരണം എന്താണ്? ഫിർഔന് മരിക്കുന്ന സമയത്ത് മൂസാ നബിയോട് പറഞ്ഞതെന്താ? പടച്ചു മൂസാ നബിയെ, ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ. മൂസാ നബിയുടെയും ഹാറൂനിന്റെയും റബ്ബെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, രക്ഷപ്പെടുത്തുമോ മൂസാ? മൂസാ നബിന്റെ കയ്യിൽ നിന്ന് കാര്യം വിട്ടുപോയി, അതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിട്ട് മരിച്ചുപോയതാ. അബൂജഹൽ ചെയ്ത പണിയുണ്ട് നിങ്ങള്. അബൂജഹലിന് ബദറിന്റെ രണാങ്കണത്തിൽ വെച്ചിട്ട് 2 ചെറുപ്പക്കാര് പോയിട്ട് വെട്ടിയിട്ട് നിലത്ത് തള്ളിയിട്ട് കളഞ്ഞു. 2 കാലിനും 2 വെട്ട് കൊടുത്തിട്ട് നിലം പതിച്ചുപോയി. ആ വെട്ടിയ സന്തോഷത്തിൽ ആ ചെറുപ്പക്കാർ ഓടി വന്ന് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ ഞാനാണ് കൊന്നത്, ഞാനാ കൊന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തം അടുത്ത് എപ്പോഴുണ്ടാകുന്ന റസൂലുള്ളാന്റെ ചെരുപ്പിന്റെ സൂക്ഷിപ്പുകാരൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹ് പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, നീ പോയിട്ട് അബൂജഹലിന്റെ വിവരം അന്വേഷിച്ചു വരൂ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പാവപ്പെട്ട സ്വഹാബിയ, വളരെ സാധു എന്ന് പറഞ്ഞാൽ തടിയില്ല തീരെ, വളരെ ചെറിയ ശരീരം, വളരെ ദുർബലന, പക്ഷെ ഈമാനിന്റെ പവറുള്ള ആളാ. ആ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പോയപ്പോ തന്നെ അബൂജഹൽ ഇട്ട്. കാരണം അബൂജഹൽ എന്ന് പറഞ്ഞ ഭയങ്കര ഒരു സാധന. ചരിത്രം പറയുന്നുണ്ട്, ഒരു ഒട്ടകത്തെ അറുത്തിട്ട് ഒട്ടകത്തിന്റെ തോല് പൊളിച്ചിട്ട് ഇങ്ങനെ വീർത്തിയിട്ട് 20 ആളുകൾ ചുറ്റിലും നിന്ന് അബൂജഹൽ നടുവിൽ നിന്ന് വലിച്ചാൽ ആ തോലുകൾ പൊളിഞ്ഞു വന്നാൽ അബൂജഹൽ അനങ്ങൂല. അത്രയും വലിയ തടിമാടനാ സാധനം. അപ്പൊ ഇങ്ങനത്തെ അബൂജഹലിനെ വെട്ടാൻ വരുന്നത് ആരാണ്? ഒരു സാധുവായ മനുഷ്യൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോ പറഞ്ഞു, ആ മരത്തിലുള്ള പഴം ആരാ പറിച്ചുകൊണ്ടുവരിക? ഉടൻ തന്നെ ഓടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഓടിയിട്ട് മരത്തിന്റെ കൊമ്പ് അങ്ങോട്ട് താഴ്ത്തിയിട്ട് പഴം പറിച്ചു. പഴം പറിച്ചിട്ട് കൊമ്പ് വിട്ടപ്പോ കൊമ്പിന്റെ കൂടെ മൂപ്പരും മേലോട്ട് പൊന്തിപ്പോയി. അത്രയും തടിയില്ലാത്ത മനുഷ്യനാ. ഇങ്ങനത്തെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിന്റെ അടുത്ത് വന്നപ്പോ അബൂജഹൽ പറഞ്ഞു, വേറെ ആരും വലിയ എവിടെ പറഞ്ഞേക്കാം മുഹമ്മദിന്, അന്നെപ്പോലത്തെ ഒരു ചെറിയ സാധനത്തിനെ വിട്ടത്. ഏതായിരുന്നാലും ജി വെട്ടാണെങ്കിൽ എന്റെ തല വെട്ടുമ്പോ എന്ന് നീളം കൂട്ടിയിട്ട് വെട്ടണം. വെട്ടുന്ന വാള് നിന്റെ ലോക്കൽ വാളാൻ പറ്റൂല, എന്റെ വാളുണ്ട് അവിടെ. ആ വാളെടുത്തിട്ട് എന്റെ തലയൊന്ന് നീട്ടിയിട്ട് മുറിക്കണം. എന്നിട്ട് എന്റെ തലയുടെ വലിപ്പം കണ്ടിട്ട് മുഹമ്മദ് ഒന്ന് ഞെട്ടണം. നോക്ക നിങ്ങൾ, മരിക്കുന്ന സമയത്ത് പോലും ധിക്കാരം മാറാത്ത മനുഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ വെട്ടിയെടുത്ത് നോക്കുമ്പോ സാധനം പൊന്തിന്. കാരണം തല ഫുള്ള് കാരി. അബൂജഹലാണല്ലോ, ഒന്നുമില്ല, പക്ഷെ ഭയങ്കര പവറാ. ആ പവറുള്ള തല പൊന്തായിട്ട്
അബൂജഹലിന്റെ തല ചെവി ഇങ്ങനെ ഓട്ടാക്കിയിട്ട് കയറിട്ട് വലിച്ചിട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ കൊണ്ടുപോയി. വലിയ ചരിത്രമാണ്, ഞാൻ ഇപ്പതേ കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മൂസാ നബിയുടെ ശത്രുവായ ഫിർഔനിനേക്കാൾ വലിയ ധിക്കാരിയാണ് അബൂജഹൽ. ആ ഫിർഔനിന്റെ ശരീരത്തെ കുറിച്ച് അല്ലാഹ് പറഞ്ഞില്ലേ, ഫിർഔനിന്റെ ഭൗതിക ശരീരം അന റബ്ബുകുമുൽ അഅലാ, ഞാനാണ് വലിയ റബ്ബെന്ന് പറഞ്ഞതുകൊണ്ട് ആ ഫിർഔനിന്റെ ശരീരം ലോകത്തിന് അത്ഭുതമാക്കിയിട്ട് ഞാൻ അവശേഷിപ്പിക്കുന്നതാണ്. ആയത്തിറങ്ങിയിട്ട് വർഷങ്ങൾക്ക് ശേഷമല്ലേ നൈൽ നദിയിൽ നിന്ന് ഫിർഔനിന്റെ ജഡം ഒരു കേടും കൂടാതെ ലോകത്തിന് ലഭിക്കുന്നു. ഇന്നും ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഫിർഔനിന്റെ ശരീരം ഒരു മരുന്നും കടത്താതെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഒരുപാട് പാശ്ചാത്യര് മുസ്ലിമായിട്ടുണ്ട്. മോറിസ് ബുക്കായ് എന്ന് പറയുന്ന ഇസ്ലാമിക വിമർശകൻ ഫിർഔനിന്റെ ഭൗതിക ശരീരത്തിലെ അത്ഭുതം കണ്ട് ഇസ്ലാം സ്വീകരിച്ചു. പറയട്ടെ സഹോദരന്മാരെ, ആ സൂറത്തുൽ കഹഫിന്റെ ചരിത്രത്തിൽ പറയുന്ന നായക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? മഹബ്ബത്തുസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്താണ്, സാദാത്തുക്കളോടുള്ള മഹബ്ബത്താണ്, ആലിമീങ്ങളോടുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്താണ് നായക്ക് സ്വർഗം ലഭിച്ചതെങ്കിൽ മറ്റൊരു നായനെ കുറിച്ച് ഖുർആൻ പറയുന്നത് കണ്ടോ? മസലുഹു കമസലിൽ കൽബി, ആ മനുഷ്യൻ നായയെ പോലെയാണ്. ഏതു മനുഷ്യനെ കുറിച്ചാ നായയെ പോലെന്ന് പറഞ്ഞത് എന്നറിയോ? ബൽഅമിന് ബഅൂറ എന്ന് പറയുന്ന വലിയ മഹാനായിരുന്നു, വലിയ മഹത്വമുള്ള ആളാണ്. ഒരുപാട് കാലം പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്തു, ഒരുപാട് ദിക്ർ ചൊല്ലിയ മഹാനാണ്. പക്ഷേ നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാത്തത് കൊണ്ട്, മൂസാ നബിയോട് മഹബത്ത് കാണിക്കാതെ വെറുപ്പ് പ്രകടിപ്പിച്ച കാരണത്താൽ ബൽഅമിനു ബഅൂറായിന് അല്ലാഹ് കൊടുത്ത പേര് നായയെ പോലെ. എന്തേ പ്രശ്നം? നിസ്കരിക്കാത്തത് കൊണ്ടല്ല, നോമ്പ് നോൽക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അല്ലാഹ് ആദരിച്ച നബിയെ, മൂസാ നബിയെ ബഹുമാനിച്ചില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാനിന്റെ അടിസ്ഥാനമാണ് ആദരവെന്ന് പറയുന്നത്. നമ്മുടെ പുതിയ തലമുറയിൽ അല്ലാഹുവിന്റെ മഹാന്മാരോടുള്ള ആദരവ് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ പൂർവീകരായ ഉമ്മമാരുപ്പമാര് എന്തേ അവരെ വസ്ത്രത്തിനു പോലും ഇസ്ലാമിക സംസ്കാരമുണ്ടായിരുന്നു. നമ്മുടെ ഉപ്പമാര് വെള്ള വസ്ത്രം തെരഞ്ഞെടുക്കാറുണ്ട്. പുതിയ തലമുറയിൽ വെള്ള വസ്ത്രം ചുരുങ്ങിയിട്ട് നല്ല ഫ്രീക്കന്മാരായി, കളറുകളായി, അതിന്റെ പുറത്ത് കുറെ എഴുത്തുകളായി, അതിൽ കുറെ ചിത്രങ്ങളായിട്ട് വരുന്നത്. അവർക്ക് വസ്ത്രത്തിൽ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണമെന്നറിയുന്നില്ല. പൂർവീകര് വെള്ള വസ്ത്രം ധരിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്, റസൂലുള്ളാഹിക്ക് വെള്ള വസ്ത്രം ഇഷ്ടമായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും മയ്യത്ത് കഫൻ ചെയ്യുന്നത് ഏതെങ്കിലും രാജ്യത്തിന്റെ കൊടിയുടെ നിറമുള്ള ജെയ്സി കൊണ്ടല്ല, ഏതെങ്കിലും കളിക്കാരന്റെ നമ്പറിട്ട ജെയ്സി കൊണ്ടല്ല, മറിച്ച് വെള്ള വസ്ത്രത്തിലാണ്. ആ വെള്ള വസ്ത്രത്തോട് നമ്മുടെ കൽബില് മഹബത്ത് വരുന്നത് മഹാന്മാരോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ദിക്റിനും സ്വലാത്തിനും വരുമ്പോ മാത്രം ധരിക്കാനുള്ളതല്ല പർദയും ഹിജാബും എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ സ്വഭാവമാക്കണേ.
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ സയ്യിദത്തുനാ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ വലിയ മഹത്വമുള്ള ഉമ്മയാണ്. റസൂലുള്ള ഫാത്തിമക്കിട്ട പേരെന്താണെന്നറിയോ? ഉമ്മു അബീഹാ, ബാപ്പാന്റെ ഉമ്മ എന്ന് പേരിട്ട മഹതിയാണ് ഫാത്തിമ ബീബി. റസൂലുള്ളാഹിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട മകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്കെന്റെ റബ്ബ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ നിമിഷം എന്റെ വീട്ടിലായിരുന്നു. റസൂലിന്റെ അവസാനത്തെ തല ചായ്ച്ചത് എന്റെ മടിയിലായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ അവസാനത്തെ ഉമിനീര് എന്റെ ചുണ്ടിലേക്കാണ് നബിതങ്ങൾ തന്നിരിക്കുന്നത്. അള്ളാന്റെ ഹബീബിന്റെ അവസാനത്തെ ശബ്ദം ആയിഷാന്റെ കാതിലാണ് സ്പർശിച്ചിരിക്കുന്നത്. ഹബീബ് അവസാനം അന്തിയുറങ്ങിയത് എന്റെ വീട്ടിലാണ്. അപ്പോഴാണ് റസൂലുള്ളാന്റെ സമീപത്ത് പ്രിയപ്പെട്ട മകള് ഫാത്തിമ കയറി വരുന്നു. ഫാത്തിമ ബീവി വന്നിട്ട് പറയുന്നു, ഉപ്പാ വല്ലാത്ത വേദനയുണ്ടല്ലോ, വല്ലാത്ത വേദനയുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറയുന്നു, മോളെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഉപ്പാക്ക് വേദനയില്ല. ഇന്ന് ഉപ്പയുടെ യാത്രയപ്പിന്റെ ദിവസമാണ്. ഉപ്പ അല്ലാഹുവിലേക്ക് നീങ്ങുകയാണ്. അപ്പോഴേക്ക് ഫാത്തിമ ബീവി കരഞ്ഞുപോയി. ഉടൻ തന്നെ റസൂലുള്ള പറയുന്നു, ഫാത്തിമ കരയേണ്ടതില്ല. എന്നിലേക്ക് ആദ്യമായിട്ട് വന്നു ചേരുന്നത്, എന്റെ മക്കളിൽ നിന്ന് ആദ്യം വരുന്നത് ഫാത്തിമയാണ്. ഓ ഫാത്തിമ, നീ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലുള്ള സ്ത്രീ രത്നങ്ങളുടെ മാതൃകാ മഹിളയാണ്. അങ്ങനത്തെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിച്ച ഉമ്മയാണ്. അവിടുന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ മുത്ത് നബി തങ്ങളുടെ പരിശുദ്ധ ശരീരം ഹുജറത്തു ഷരീഫയിലേക്ക് അങ്ങ് താഴ്ത്തിവെച്ചു. റസൂലുള്ളാന്റെ ഹുജറത്തു ഷരീഫയിലേക്ക് താഴ്ത്തിവെച്ചിട്ട് മൂട്ടുകല്ല് വെച്ചു മഹാനായ അനസ് തങ്ങളും അബ്ബാസ് തങ്ങളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും അങ്ങനെ തുടങ്ങിയ മഹത്തുക്കള് കബറിൽ താഴെയുണ്ട്. മുകളിൽ മൂടുകല്ല് വെച്ചിട്ട് എല്ലാവരും മണ്ണ് വാരിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഫാത്തിമ ബീബി വജാഅത്ത് ഫാത്തിമതു ഇലാ ഖബരി അബീ, ഉപ്പാന്റെ റൗളയുടെ സമീപത്ത്, ഹുജറയുടെ സമീപത്ത് മകളതാ വരുന്നു. അവിടെ ഞാനുണ്ടായിരുന്നു. അനസ് തങ്ങൾ പറയാണ്, എന്നെ കണ്ട ഉടനെ ഫാത്തിമ ചോദിക്കുന്നു, ഓ അനസേ, എന്റെ ഉപ്പാന്റെ ശരീരമുണ്ടല്ലോ. ഏത് ശരീരം? പരിശുദ്ധമായ ഖുർആനിലല്ലേ അല്ലാഹു പറഞ്ഞത്, വല്ലുഹാ, റസൂലുള്ളാന്റെ തിളങ്ങുന്ന മുഖം തന്നെ സാക്ഷി, വല്ലൈലി ഇദാ സജാ, റസൂലുള്ളാന്റെ തലയിലുള്ള കറുകറുത്ത ശഅർ മുബാറക് തന്നെ സാക്ഷി എന്ന് ഖുർആൻ പറഞ്ഞ് വിശേഷിപ്പിച്ച എന്റെ ഉപ്പാന്റെ ശരീരമുണ്ടല്ലോ, ആ ശരീരം ഖബറിൽ വെച്ചുകൊണ്ട് അതിന്റെ മുകളിൽ മണ്ണ് വാരിയിടാൻ നിങ്ങളെ കൈകൾക്ക് എങ്ങനെ സാധിച്ചു അനസ്? അനസ് റളിയല്ലാഹു അൻഹു പതറിപ്പോയി. അനസ് തങ്ങൾ പറയുന്നു, ഫാത്തിമ
ഞങ്ങളെ മനസ്സ് പൊട്ടിയ സമയമാണ്, ഞങ്ങളെ കണ്ണുനീരൊലിച്ച സമയമാണ്, ഞങ്ങളെ കൈകൾ വിറച്ചുപോയ സമയമാണ്. അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് മാത്രം ഞങ്ങൾ മണ്ണ് വാരിട്ടു. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ ഉമ്മമാരെ മാതൃകയാക്കിക്കോളൂ. ആ ഫാത്തിമ ബീബിയല്ലേ അലിയാരോട് പറഞ്ഞത്, ഓ പ്രിയപ്പെട്ട ഭർത്താവ്, ഞാൻ മരിക്കുന്ന സമയോ എന്റെ മയ്യത്ത് മറവ് ചെയ്യേണ്ടത് രാത്രിയിലാണ്. മരിച്ചു കഴിഞ്ഞാൽ മരിച്ച വ്യക്തിയെ പെട്ടെന്ന് മറവ് ചെയ്യണമെന്നാണ് മസ്അലയുള്ളത്. അതുകൊണ്ടാണ് മയ്യത്ത് നിസ്കാരത്തിൽ വജ്ഹത്ത് ഓതൽ സുന്നത്തില്ല. വജ്ഹത്ത് ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറയുന്നത് മുഅക്കദായ സുന്നത്തിൽപ്പെട്ടൊരു സാധന. സുന്നത്തുകൾ പല ഐറ്റംസ് ഉണ്ട്, അതിൽ ഒഴിവാക്കൽ കറാഹത്തായ സുന്നത്താണ് ദുആഉൽ ഇഫ്തിതാഹ്. നിസ്കാരത്തിൽ വജ്ഹത്ത് ഓതൽ വലിയ പുണ്യമുണ്ട്. അതുപോലെ അഊദു ചൊല്ലൽ, അഊദു ഓതൽ മുഅക്കദായ സുന്നത്താ. സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത് ഒഴിവാക്കൽ കറാഹത്താണ്. അങ്ങനത്തെ സുന്നത്തുകൾ നമ്മൾ പരമാവധി എടുക്കണം. ഇങ്ങനത്തെ പ്രധാനപ്പെട്ട സുന്നത്തായ വജ്ഹത്തും അഊദും മയ്യത്ത് നിസ്കാരത്തിൽ സുന്നത്തില്ല. കാരണം എന്താ? മയ്യത്ത് നിസ്കാരം എത്രയും പെട്ടെന്ന് നിർവഹിക്കണം. അതിന് പോലും സമയം വൈകാതെ മയ്യത്തിനെ വേഗം ഖബറിൽ കൊണ്ടുപോയി വെക്കണം. എന്തിനാണത് എന്നറിയോ? മരിച്ച വ്യക്തി നല്ല മുഅ്മിനാണോ, ആ മനുഷ്യന്റെ ഖബറ് സ്വർഗത്തിലേക്കുള്ള വലിയ തുറവിയാ. അതുകൊണ്ടൊരു നിമിഷം പോലും നമ്മളെ സമീപത്ത് നിർത്തിയിട്ട് സ്വർഗത്തിന്റെ സുഖം നഷ്ടപ്പെടുത്തേണ്ടതില്ല. ഇനി മരിച്ചത് ദുർമനുഷ്യനാണ്, ഫാസിഖാണോ, എങ്കിലാ മനുഷ്യൻ നമ്മുടെ സമീപത്ത് നിൽക്കുമ്പോ ആ മനുഷ്യൻ കാരണം നമ്മൾക്ക് കൂടി വിഷമം വരികയാണ്. അവനെയും വേഗം ഖബറിലെത്തിക്കലാണ് ജീവിക്കുന്നവർക്ക് നല്ലത്. അതുകൊണ്ട് മരിച്ചവരെ വെട്ടി നിൽക്കൽ വലിയ പുണ്യമുള്ള കാര്യമല്ല. മരിച്ചവരെ വേഗം മറവ് ചെയ്യണം. മഹതിയായ ഫാത്തിമ ബീബി പറയുന്നത്, എന്നെ രാത്രിയിൽ മറവ് ചെയ്യണേ. എന്തേ കാരണം എന്നറിയോ? ഫാത്തിമ ബീവിയെ കുറിച്ച് പഠിക്കുമ്പോ മനസ്സിലാകും. ഫാത്തിമ ബീവി പറയുകയാണ്, എന്റെ മയ്യത്ത് നിങ്ങൾ കഫം ചെയ്യുമ്പോൾ ആ കഫം തുണി ശരീരത്തോട് ചേർത്തു വെക്കുമ്പോ എന്റെ ശരീരത്തിന്റെ ഷേപ്പ് അത് പുറത്തു കാണാൻ സാധ്യതയില്ല. അങ്ങനെ എന്റെ ശരീരമെങ്ങാനും ഒരു അന്യപുരുഷന്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ ആഖിറത്തിലെത്തുമ്പോൾ ഞാൻ ഉത്തരവാദിയാകുമോ? മരിച്ച ആളോട് തക്ലീഫില്ല, കുറ്റമില്ല. പക്ഷേ എന്നാൽ പോലും ഫാത്തിമ ബീവിയുടെ സൂക്ഷ്മതയാണ്. ഓർമ്മപ്പെടുത്തട്ടെ ഉമ്മമാരെ, ശരീരത്തിന്റെ ഷേപ്പ് കാണിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ആ ഫാത്തിമ ബീവിയുടെ മാർഗത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകല്ല. ഭർത്താക്കന്മാരോട് ഉപ്പമാരോട് പറയുന്നു, മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ ഞാൻ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം മഹത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടതാണോ? അള്ളാന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട വസ്ത്രമാണോ? ഔലിയാക്കൾക്ക് ഇഷ്ടമുള്ള വസ്ത്രമാണോ? മഹത്തുക്കളെ ആദരിക്കുന്ന വസ്ത്രമാണോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ കൽബിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ ആദരവുണ്ടെങ്കിൽ ആ മഹത്തുക്കൾ ഇഷ്ടപ്പെട്ടത് മുഴുവനും നമ്മൾ ഇഷ്ടപ്പെടുന്നു. ആ മഹത്തുക്കൾ ഇഷ്ടപ്പെട്ടതിൽ ഏറ്റവും വലുതെന്താണെന്നറിയോ? മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടലാണ്. താജുൽ ഉലമയുടെ ചരിത്രം കണ്ടില്ലേ? അവിടുന്ന് മർക്കസിന്റെ സമ്മേളനത്തില് അവസാനം നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞത്, എനിക്കിനി ദീർഘായുസ്സിന് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ടതില്ല, എനിക്ക് മരിക്കാൻ വേണ്ടി
ആ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ കണ്ടിട്ട് കൽബൊന്ന് ലംഘിയിട്ട് മരിക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണേ. അതാണ് മഹാന്മാരുടെ മാർഗമെന്ന് പറയുന്നത്. നൂറുൽ ഉലമയുടെ ചരിത്രം അറിയില്ല നിങ്ങൾക്ക്? വലിയ സൂക്ഷ്മതയായിരുന്നു അല്ലാഹ് ആ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്ത. അഹ്മദുൽ കബീർ റിഫാഈ മഹാനവറുകളുടെ ആണ്ടിന്റെ മാസമല്ലേ? അവിടത്തെ ഏറ്റവും വലിയ മഹത്വം എന്താണെന്നറിയോ? ചെറിയ പ്രായത്തിലെ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൽബിലങ്ങ് ഉറച്ചുപോയി. അവിടത്തെ ഉസ്താദ് അമ്മാവൻ കൂടിയായ ഷെയ്ഖ് മൻസൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകള് വഫാത്തിന്റെ സമയമെടുത്തപ്പോ തന്റെ പിൻഗാമിയായിട്ട് 27 വയസ്സുള്ള അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളെ പിൻഗാമിയായിട്ട് നിയമിച്ചു. ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കാരണം ഉസ്താദിന് ഒരുപാട് മുതിർന്ന ശിഷ്യന്മാരുണ്ട്. പക്ഷേ ഉസ്താദ് പിൻഗാമിയാക്കി നിയമിച്ചത് ചെറുപ്പക്കാരനായ അഹ്മദുൽ കബീറിനെയാണ്. ആളുകളൊക്കെ അഭിപ്രായ വ്യത്യാസമായി. എന്തുകൊണ്ടാണ് ഉസ്താദ് വലിയ ശിഷ്യന്മാരാക്കാതെ അഹ്മദുൽ കബീറിനാക്കാൻ കാരണം? അത് കുടുംബക്കാരായതുകൊണ്ടാണോ എന്നുവരെ ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഷെയ്ഖ് മൻസൂർ റളിയല്ലാഹു അൻഹു ആളുകൾക്കൊക്കെ തെറ്റിദ്ധാരണ നീക്കിക്കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നല്ല മനുഷ്യന്മാരുടെ സ്വഭാവം. തെറ്റിദ്ധാരണ വരുമ്പോ ഇതെങ്ങനെ ശരി ഇതാണെന്ന് പറഞ്ഞു കൊടുക്കണം. ആളുകളൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് നരകത്തിൽ പോവട്ടെ എന്ന് ചിന്തിക്കരുത്. തെറ്റിദ്ധാരണ തീർത്തു കൊടുത്തതിന്റെ ശേഷം പിന്നെയും പറയുന്നവര് പറഞ്ഞോട്ടെ, ശരി ഏതാണെന്ന് പറഞ്ഞു കൊടുക്കൽ അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. അങ്ങനെ മഹാനവറുകൾ ഒരു ദിവസം ക്ലാസ്സിന് വന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, നാളെ നിങ്ങളൊക്കെ വരുമ്പോ എല്ലാവരും ഒരു കോഴിയും കത്തിയുമായിട്ട് വരണം. നല്ല കോഴിയും നല്ല കത്തിയുമായിട്ട് വരാൻ പറഞ്ഞു. എല്ലാ ശിഷ്യന്മാരും പിറ്റേ ദിവസം ദർസിന് വന്നപ്പോ കോഴിയും കത്തിയുമായിട്ടാണ് വന്നത്. ഉസ്താദ് അവരുകളെ ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എല്ലാവരും പോയിട്ട് കോഴിയെ അറുത്തുകൊണ്ടുവരണേ. പക്ഷെ ഒരു ഡിമാൻഡ് എന്താണ്? ആരും കാണാത്ത സ്ഥലത്ത് നിന്നാണ് എല്ലാവരും അറക്കേണ്ടത്. ഒരാളും പരസ്പരം കാണാൻ പറ്റൂല. ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് അറുത്തുകൊണ്ടുവരണം. എല്ലാ ശിഷ്യന്മാരും ഓടി മലന്റെ മുകളിൽ ആരും സ്ഥലല്ലാത്ത സ്ഥലത്ത് പോയിട്ട് എല്ലാവരും അറുത്തിട്ട് കോഴി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഉസ്താദിന്റെ മുന്നിൽ ഇങ്ങനെ കൂട്ടി. പക്ഷേ കുറെ സമയം കഴിഞ്ഞു, എല്ലാവരും എത്തി. പക്ഷേ അഹ്മദുൽ കബീറിനെ കാണാനില്ല. അഹ്മദുൽ കബീർ കോഴി അറുത്ത് വന്നിട്ടില്ല. അപ്പോഴാണ് ആളുകൾ പറഞ്ഞു, ശിഷ്യന്മാര് പറഞ്ഞു, കണ്ടില്ല ഉസ്താദേ, നിങ്ങളെ പിൻഗാമിക്ക് ഒരു കോഴി അറക്കാൻ പോലും അറിയില്ല. അങ്ങനെ താളെയാ നിങ്ങൾ കാളിയാക്കിയത്, പിൻഗാമിയാക്കിയത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കോയിനിറക്കാൻ പറ്റാത്ത ആളെ പിൻഗാമിയാക്കാൻ പറ്റൂല. കോയിനിറക്കാന്ന് പറഞ്ഞാൽ വലിയ അറിവാ. ഞാന് ദർസിന്ന് പഠനം കഴിഞ്ഞിട്ട് മർക്കസിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുമ്പോ എനിക്ക് ചെലവില് ഭക്ഷണം തന്നൊരു വീട്ടിലൊരു ഉമ്മ ഉണ്ട്. ആ ഉമ്മ എന്നോട് ചോദിച്ചു, പഠിച്ചിട്ട് എവിടെ എത്തി? ആ സമയത്ത് ഉമ്മ ചോദിച്ചത്, നിനക്ക് കോഴി ഇറക്കാനൊക്കെ അറിയോന്നുള്ള. കോഴി ഇറക്കാൻ വലിയ ഇൽമ. അന്നത്തെ പുതിയ ജനറേഷൻ ആ സംഗതി തന്നെ അറിയില്ല. ഞാൻ ഒരു ഹോട്ടലിൽ കയറിയിട്ട്, മലപ്പുറം ജില്ലയിലെ ഹോട്ടലിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോ അവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ കോഴി തിരിയുന്നുണ്ട്. കോഴി അങ്ങനെ പല കോത്തിലുള്ള കോഴി. അപ്പൊ ഞാൻ അവിടെ ഉള്ള വെയിറ്ററോട് വെറുതെ ചോദിച്ചു, ഒരു ദിവസം എത്ര കോഴി ഇവിടെ വെട്ടി ചെലവാക്കും മോനെ? അപ്പൊ പറഞ്ഞ ഒരു 400 കോഴിയൊക്കെ ചെലവാവും ഉസ്താദിയാണ്. ആരാ അറക്കല്? അതൊന്നുമില്ല ഉസ്താദെ, വെട്ടിയങ്ങ് ഇടലാണ്, വേറെ വർത്താനില്ല, അറക്കില്ല. അപ്പൊ ഞാനിതൊരു കോഴി കച്ചവടക്കാരനായിട്ട് പങ്കുവച്ചു. ഒരു ഹോട്ടൽ തൊഴിൽ മുതലാളി ഒരു കോഴി കച്ചവടം. അപ്പൊ അയാൾ പറഞ്ഞു, അത് പ്രശ്നമില്ല ഉസ്താദ്, എന്താണ്, നമ്മളൊരു ബിസ്മിന്റെ CD വാങ്ങി അതിങ്ങനെ ഇടും, ഇവിടുന്ന് ഇങ്ങനെ വെട്ടിയിട്ടും പ്രശ്നം തീർന്നില്ലേ. അപ്പൊ ആകെ ഇപ്പൊ ഒരു ബിസ്മില്ലേ മാത്രമാണ് കോയിലറക്കുള്ള പ്രശ്നത്തിൽ നിന്ന് ഉപരി മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങൾ കോഴിക്കോട് KFC എന്ന് പറയുന്ന ഒരു ചിക്കൻ വന്നു. KFC എന്ന് പറഞ്ഞാൽ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ. ഒരു യൂറോപ്യനായ ഒരു സാധുവായ മനുഷ്യൻ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും പരാജയപ്പെട്ട് അവസാനം 70-ാമത്തെ വയസ്സിൽ ഒരു സർക്കാർ ജോലി കിട്ടി. അത് വിരമിച്ച് ലാസ്റ്റ് അതിന് കിട്ടിയ പെൻഷന്റെ പൈസ കൊണ്ട് കുറച്ച് മസാല വാങ്ങിയിട്ട് അത് കോഴിമേൽ പറ്റി ഇങ്ങനെ കൊടുത്തു. അത് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ആയിരുന്നു KFC എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുക.
ഇത് വന്നപ്പോ കുറെ ആളുകൾ വിളിച്ചു, ഉസ്താദെ KFC തിന്നതിന്റെ വിധി എന്താണ്? ചോദ്യം കേട്ടാതൊന്ന് സ്വർഗത്ത് പോകാൻ അതും കൂടി തിന്നാണ്, ബാക്കിയൊക്കെ റെഡിയാന്നാ. അപ്പൊ ഇങ്ങനെ ഇതെന്താന്ന് പഠിക്കാൻ വേണ്ടി ഞാനും KFCയിലൊന്ന് പോയി നോക്കി. പോയി അങ്ങോട്ട് കേറിയപ്പോ തന്നെ മസാല പകുതി കിട്ടി. ഉസ്താദ് എന്താ അവിടെ? അപ്പൊ മനസ്സിലായി ഉസ്താദുമാർക്ക് വരാൻ പറ്റാത്ത സ്ഥലമാണ് ഇത്. അപ്പോ അവിടെ എത്തിയിട്ട് അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ യാതൊരു വിവരവും ഇല്ല അവിടെ, അന്ന് പറഞ്ഞു തരൂല തന്നെ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കോഴിക്കോട് KFC അടച്ചുപൂട്ടി. കാരണം KFCയിൽ നിന്നുള്ള മാലിന്യം കോർപ്പറേഷൻ പരിധിയിൽ വന്ന കോർപ്പറേഷൻ അടിച്ചുപൂട്ടിയതാ. പിറ്റേ ദിവസം പത്രത്തിലെ ന്യൂസ്, KFCയിലേക്ക് കൊണ്ടുവന്ന 6000 ടൺ കോഴി നശിപ്പിച്ചു. എവിടുന്നാ കൊണ്ടുവന്നത്? ആ വാർത്ത എങ്ങനെ പറഞ്ഞ അവസാനമുണ്ട്. വാർത്തയൊക്കെ പ്രത്യേകമുണ്ട്. പത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമാന്മാരാ. നല്ല വാർത്ത അവസാനം, കാരണം അതാരും വായിക്കൂല, ഏറ്റവും പോയിന്റ് അവസാനം കൊടുക്കുള്ളൂ. അപ്പൊ വാർത്തന്റെ അവസാനം കൊടുത്തത് മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നാണ് കോഴി കൊണ്ടുവന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കേരളത്തിൽ നിന്ന് വിട്ടാ പിന്നെ തമിഴ്നാട്, കർണാടക, ഗോവ 3 സംസ്ഥാനത്തേക്ക് മഹാരാഷ്ട്രയിൽ അവിടെ മനുഷ്യന്മാർക്കും തരില്ല, കോഴിക്ക് പിന്നെ ഏതായാലും തരണ്ടാവില്ല, അങ്ങനത്തെ സ്ഥലം. അപ്പൊ ഇവിടെ നിന്ന് കോഴി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കുറെ ചത്ത കോഴി, അല്ലാത്ത കോഴി, തരല്ലാത്ത എല്ലാം കിട്ടും. അത് വാങ്ങിയിട്ട് അങ്ങനെ തിന്നാണ് ആളുകള്. പിന്നെ എവിടെന്നാ നമ്മള് ഈമാൻ ഉണ്ടാവുക? കാരണം ഇങ്ങനത്തെ നജസുകൾ വയറ്റിൽ കയറ്റിയാൽ, ഞാൻ പറയുന്നു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ സൂക്ഷിക്കണം. അങ്ങനെ തറുത്ത് കഴിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ സൂക്ഷ്മതയോടെ കഴിച്ചാൽ നമ്മുടെ ഈമാന് നഷ്ടപ്പെടും. അല്ലെങ്കിൽ നമ്മൾ എത്ര വാത് കേട്ടാലും അതിങ്ങനെ ചെവിയിലൂടെ കെട്ടതിൽ പോവാന്നല്ലാതെ മാറ്റം വരൂല. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത്, അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ കോഴിയാർത്ത് വരാത്തത് കൊണ്ട് ആളുകൾ പരാതി പറയാൻ തുടങ്ങി. കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് അഹ്മദുൽ കബീർ തങ്ങളതാ വരുന്നു. അറക്കാത്ത കോഴിയെ പിടിച്ചിട്ട് ഉസ്താദിന്റെ മുന്നിലേക്ക് വന്നപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ പരിഹാസത്തോടെ അഹമ്മദിനെ നോക്കാൻ തുടങ്ങിയപ്പോ ഉസ്താദ് ചോദിച്ചു, അഹ്മദേ, ഞാൻ കോഴിയെ അറുത്തുകൊണ്ടുവരാനല്ലേ പറഞ്ഞത്, എന്തുകൊണ്ട് നീ അറുത്തില്ല? അപ്പോഴല്ലേ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയുന്നു, ഉസ്താദേ, എന്നോട് കോഴിയെ അറക്കാൻ മാത്രമല്ല പറഞ്ഞത്, ആരും കാണാത്ത സ്ഥലത്തുനിന്ന് അറക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, അവിടെ മനുഷ്യരാരുമില്ല, മൃഗങ്ങളാരുമില്ല, അവരൊന്നും കാണൂല. പക്ഷേ എന്റെ സൃഷ്ടാവായ അല്ലാഹ്, ആ പടച്ച റബ്ബ് കാണാത്തൊരു സ്ഥലം പ്രപഞ്ചത്തിലില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അറക്കാതെ തിരിച്ചു വന്നതാ. അപ്പോഴാണ് മറ്റ് ശിഷ്യന്മാരൊക്കെ പറഞ്ഞ, അങ്ങനൊന്നുണ്ടായിനില്ലേ? ആരും കാണൂലെന്ന് പറഞ്ഞാല് അല്ലാഹ് കാണൂലെന്ന് ചിന്തിക്കരുത്. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി അതെന്റെ അമാനിൽ അതെന്നോവർ. ഏത് മഹത്തുക്കളെ വഴി പരിശോധിച്ചാലും അവരൊക്കെ അല്ലാഹുവിനെ കണ്ടുപോയി, അല്ലാഹുവിനെ അറിഞ്ഞവർ. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളോടും നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞില്ലേ, നിസ്കരിക്കാത്തവര് മജ്‌ലിസിൽ വരേണ്ടതില്ല. അതേ, അഖിമിസ്വലാത്ത ലിദിക്രി, അല്ലാഹുവിനെ കുറിച്ച് ബോധമുണ്ടോ? നിസ്കാരം ഒഴിവാക്കാൻ കഴിയൂല. അല്ലാഹുവിനെ കുറിച്ച് ബോധമുണ്ടോ? ദിക്ർ മറക്കൂല. അതുകൊണ്ട് നമ്മളെ മജ്‌ലിസുകൾ മുഴുവനും ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയാനാണ്. അതാണ് നമ്മൾ സഖാഫിയ്യ ദിക്ർ ഹൽഖ. എന്താണ് മഹാന്മാരായ സാദാത്തുക്കളിൽ പ്രഗൽഭന്മാരാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ്യ. യമനുകാരുടെ ഈമാനാണ് പവറുള്ള ഈമാന്. ആ യമനിൽ നിന്ന് വന്ന സാദാത്തുക്കളാണ് സഖാഫ് സാദാത്തുക്കൾ. വന്യരായ സയ്യിദവർകളെ, ആ കുടുംബത്തിൽ നിന്ന് നമ്മൾക്ക് നേതൃത്വം നൽകാൻ ഇതുപോലൊരു പ്രദേശത്ത് കിട്ടിയത് തന്നെ നമ്മുടെ നാടിന് അല്ലാഹ് അനുഗ്രഹിച്ചതിന്റെ തെളിവാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് ആ സഖാഫ് കുടുംബത്തിലൂടെ
വന്ന അവര് ചൊല്ലിയിട്ട് അവർക്ക് അസറുണ്ടായ വലിയ പവറുള്ള ദിക്റ്. തങ്ങളുപ്പാപ്പൊരു വാക്കു പറയുമ്പോ അവരെ ഉപ്പാപ്പമാരെ മുഴുവനും മുൻനിർത്തിയിട്ടാ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ദിക്റിന്റെ മജ്‌ലിസിൽ ഓരോ മാസവും പങ്കെടുക്കുമ്പോ ഇന്ന് നമ്മൾ മുതൽ ആ സഖാഫ് തങ്ങന്മാരിലൂടെ നബിതങ്ങളിലേക്ക് ചെന്നു ചേരുന്നു. നാളെ റസൂലുള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോ ഹബീബിനോട് നമ്മൾക്ക് പറയപ്പടച്ചവനെ, ഞങ്ങളിതാ അവിടുത്തെ കുടുംബത്തെ മുറുക്ക് പിടിച്ചിരിക്കുന്നു, ഞങ്ങള് വേറെ കയ്യിലൊന്നുമില്ല, ആ മഹബത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് ഈ സയ്യിദന്മാരാവലൊരു വലിയ മഹത്വമാണ്. ആ സയ്യിദന്മാര് ചൊല്ലിയ ദിക്റാകുമ്പോ ഇരട്ടി മഹത്വമാണ്. അതിന് സയ്യിദ് തന്നെ നേതൃത്വം കൊടുക്കൽ അതിനേക്കാൾ വലിയ മഹത്വമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ മജ്‌ലിസ് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. കേവലം രോഗശമനത്തിന് മാത്രമായി കാണരുത്. രോഗശമനമെന്നുള്ളത് ദുനിയാവിന്റെ സുഖത്തിനാണ്. ഏറ്റവും വലിയ ശമനം കൽബിനാണ് വേണ്ടത്. നമ്മളൊരു പക്ഷേ രോഗമായി ഇവിടെ നിന്ന് മരിച്ചു പോയാലും ദുനിയാവിലെ ജീവിതം അങ്ങ് തീർന്നേ വരികയുള്ളൂ. നമ്മുടെ കൽബ് ഈമാനില്ലാതെ മരിച്ചാലോ ആഖിറത്തിലേക്ക് എന്നുള്ള ജീവിതം മരിച്ചുപോയി. അതുകൊണ്ട് ഏറ്റവും പ്രധാനം കൽബിലെ ഈമാനാണ്. ഒരു മാസത്തെ മജ്‌ലിസ് കഴിഞ്ഞിട്ട് അടുത്ത മാസം വരുന്നതിന്റെ മുമ്പ് എന്റെ ജീവിതത്തിൽ വല്ല മാറ്റവുമുണ്ടോ? ഞാനിവിടെ വരുമ്പം നിസ്കാരം ഖളാ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ നിസ്കാരം ഖളാ ഇല്ല, നമ്മൾ മാറ്റമുണ്ടായിട്ടുണ്ട്. ഞാനിവിടെ വരുമ്പോ സുന്നത്ത് നിസ്കരിക്കാറില്ല, ഇപ്പൊ എനിക്ക് സുന്നത്ത് നിസ്കരിക്കാൻ മനസ്സുണ്ട്, ഞാൻ മാറിയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഭർത്താവിനെ അനുസരിക്കലില്ല, ഇപ്പോൾ ദിക്റ് ചൊല്ലിയപ്പോ എന്റെ ഭർത്താവിനെ ഞാൻ അനുസരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന തുടങ്ങിയ സമയത്ത് ഹറാമായ സിനിമകൾ കാണാറുണ്ട്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ അത് പൂർണ്ണമായി മാറിപ്പോയി എന്ന് പറയാൻ പറ്റുന്ന റിസൾട്ട് വേണം മുഅ്മിനീങ്ങളെ. അങ്ങനെയുള്ള നല്ലൊരു മജ്‌ലിസായി മാറണം. അതിലൂടെ നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ട് മാറണം. അതിന് പറ്റുന്ന നല്ല മജ്‌ലിസായി കിട്ടണം. സാദാത്തുക്കൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണെന്നല്ലേ പറഞ്ഞത്. ആ ശാഫിഈ ഇമാമ് പോലും വഫാത്തിന്റെ സമയത്ത് അവിടെന്ന് പറഞ്ഞത്, എന്റെ പ്രതീക്ഷ മുഴുവനും ആലുന്നബിയതരീഅതി വഹും ഇലൈഹി വസീലതി അർജു ബിഹി ഉത്വാഗദൻ ബിയദിൽ യമീനി സഹീഫതി. എന്റെ വലത് കയ്യിൽ കിതാബ് ലഭിക്കാൻ എന്റെ പ്രതീക്ഷ മുഴുവനും റസൂലുള്ളാന്റെ കുടുംബമാണ്. ആ കുടുംബത്തെ കൊണ്ട് എനിക്ക് നാളെ ആഖിറത്തിൽ വലത് കയ്യിൽ കിതാബ് ലഭിക്കണം. അതുകൊണ്ട് ആ റസൂലുള്ളാന്റെ സാദാത്തുക്കളെ പിന്നിൽ നിന്ന് ആലിമീകളെ അനുസരിച്ചുകൊണ്ട് നമ്മുടെ കൽബാകുന്ന ഏറ്റവും വലിയ കേന്ദ്രം അത് ശുദ്ധീകരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്രയാവാൻ കഴിയണം. വഫാത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലിയിട്ട് മരിക്കാൻ കഴിയണം. ആ സമയത്താരും നമ്മുടെ കൂടെയുണ്ടാവില്ല. ഇവിടെന്ന് ചൊല്ലുന്ന ദിക്റുകൾ അതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മനസ്സറിഞ്ഞു ചൊല്ലണം. അല്ലാഹുവിലേക്ക് കൽബടുക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ്. അതങ്ങ് മനസ്സിൽ ഉറപ്പിക്കുമ്പോ മരിക്കുന്ന സമയത്ത് ഉച്ചത്തിൽ അത് ചൊല്ലിയിട്ട് മരിക്കാൻ നമ്മൾക്ക് അവസരം ലഭിക്കുന്നതാണ്. അതിന് പറ്റുന്ന നല്ല മജ്‌ലിസായി ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഒരുപാട് പാവങ്ങളായ സാധുക്കളായ ആളുകൾ പല വിഷമങ്ങളും
മുമ്പും പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. പാവപ്പെട്ട റോഹിംഗ്യകളെന്ന് പറയുന്ന മ്യാൻമറിലുള്ള മനുഷ്യക്കോലങ്ങൾ, നമ്മെപ്പോലെ മജ്ജയും മാംസവുമുള്ള, നമ്മൾ പോലെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുള്ള ചെറിയ മനുഷ്യക്കുട്ടികൾ മ്യാൻമറിന്റെ ഹൃദയഭാഗത്ത് അരച്ചരച്ചുകൊണ്ട് കഷ്ണം കഷ്ണമാക്കിയിട്ട് അവിടെയുള്ള തീവ്രവാദികൾ കടലിലേക്ക് വലിച്ചെറിയുമ്പോ അല്ലാഹുവേ നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. ശത്രുക്കൾക്ക് നീ പരാജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ശബ്ദിത് ശംലഹും, അല്ലാഹുമ്മ ഫർരിഖ് ജംഅഹും, അല്ലാഹുമ്മ മസ്ഖ്ഹും കുല്ല മുമസ്ഖിൻ യാ ജബ്ബാറു യാ ഖഹാർ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.